മോർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാനും അമ്പാടി എഴുന്നേറ്റപ്പം നല്ല മഴയുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. ഞങ്ങളൊരു 6:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ലായിരുന്നു, നല്ല മഴയായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വാതിക്കൽ നിന്ന് കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് കണ്ട് അമ്പാടി മഴ പെയ്യണ സൗണ്ട് കേട്ടപ്പം അമ്പാടിക്ക് പുറത്തോട്ട് ഇറങ്ങണം. പിന്നെ ഞാനും കൂടി ഒന്ന് അമ്പാടിയായിട്ട് ഇറങ്ങി കുറച്ച് നേരം ഞങ്ങൾ ആ മഴയത്തൊക്കെ നിന്ന് ഇങ്ങനെ മഴയത്തിറങ്ങിയില്ല, അമ്പാടീനെ മഴയൊക്കെ ഒന്ന് കാണിച്ച് അമ്പാടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അകത്തൊക്കെ കയറി കിച്ചണിൽ വന്നേക്കൊണ്ട്. അപ്പോൾ കിച്ചണിൽ ഇന്ന് ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിന് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം കടലയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ കടല കറി വെക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞൊക്കെ എടുക്കുവാണ് കേട്ടോ. അതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം ഇടിയപ്പത്തിനുള്ളത് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇടിയപ്പമൊക്കെ നനച്ച് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ അവിടെ റെഡി ആയിരിക്കാണ്ട് ആ സമയത്ത് ഞാൻ അപ്പോൾ കട്ടൻ വെച്ച വെള്ളമൊക്കെ തിളച്ച് ഞാനപ്പോൾ പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് രാവിലെ കട്ടനാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടപ്പത്ത് വെച്ചു. ആ കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ, പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി എടുത്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സവാളയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ ആ തക്കാളിയും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഞാൻ ഇരിക്കുന്ന മുമ്പൊക്കെ വെച്ചേക്കുന്നത് ആദ്യം കടല വേവിച്ച് പിന്നെ കേട്ടോ കടല പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നത്. പക്ഷെ ഞാനിതിപ്പോൾ ഇരിക്കുന്ന മുമ്പ് ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഞാൻ ഇട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഇനി നല്ലപോലെ ആ മസാലപ്പൊടിയൊക്കെ ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും ഞാൻ കടലയൊക്കെ കഴുകിയൊക്കെ എടുത്തായിരുന്നു. പിന്നെ ആ കടലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. പിന്നെ കടല വേകാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരിളം ചൂടുവെള്ളം. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുക്കർ നല്ലപോലെ അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. ഒരു 4-5 വിസിൽ ഞാൻ കേൾപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കടലക്കറി അവിടെ റെഡിയാകുന്നുണ്ട്. പക്ഷേ എനിക്കിതിപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയായിരുന്നു കടലക്കറി ഇങ്ങനെ വെച്ചപ്പം. പിന്നെ മാവ് നമ്മൾ റെഡിയാക്കിയതൊക്കെ നല്ലപോലെ ഒന്നും കൂടി കുഴച്ചൊക്കെ എടുക്കുവാണ്. അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പം എല്ലാം നെക്കിയൊക്കെ എടുത്ത് പിന്നെ റെഡിയായി വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. 2 തട്ട് ആദ്യം വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കടലക്കറി അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പുക്കുട്ടൻ ഈ ടൈമിൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അമ്പുവിനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് കുക്കർ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ കടലക്കറിയും ഇടിയപ്പവും റെഡിയായി. നച്ചൂസിനൊക്കെ കൊടുക്കണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ ഞാൻ കാപ്പിയുടെ എല്ലാം കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ കറി വെക്കണമല്ലോ. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് കറി ഇരിപ്പുണ്ട്. പിന്നെ കടലക്കറി രാവിലെ വെച്ചപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. എന്നിട്ട് ഇതെല്ലാം വാടി വന്നപ്പോൾ ഞാൻ കോവക്ക അരിഞ്ഞതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. അച്ചിക്കുട്ട, സ്കൂൾ തുറക്കണ സന്തോഷമാണ് സങ്കടമാണ്? സന്തോഷം. അയ്യോ, എന്താ സന്തോഷം? എന്താ പുതിയ ഫ്രണ്ട്സിനെ കിട്ടണോണ്ടാണോ? ആ യൂണിഫോം തയ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ വാ. പച്ചക്കുട്ടൻ പേരയില എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്ടോ. ഞങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പോൾ പേരയില ഇടാറുണ്ട്. അതാ പേരയില കിളന്ത് നോക്കിയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മതി കണ്ട നോക്കട്ടെ, കേടൊന്നുമില്ലല്ലോ. ഫ്രഷ്. ഞങ്ങൾ വെള്ളം തിളപ്പിക്കുമ്പോൾ പേരയില ഇട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. അങ്ങനെ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായി, അതും കൂടി ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കോവക്ക റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്.
അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ വേണം അച്ചുക്കുട്ടൻ ഇനി ഊണൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ മഴേനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. നേരം രാവിലെ അല്ല രാത്രി തുടങ്ങിയുള്ള മഴയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോർന്നു വരും, പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെയും നല്ലൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്കയിടത്തും ഇപ്പോൾ മഴയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഒരു മഴ ദിവസമാണ്, ഞാൻ മഴയുടെ ഫുള്ളായിട്ടൊന്നും എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു. അപ്പോൾ എല്ലാവർക്കും